ഹലോ, കേരള രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മാഗി നൂഡിൽസ് ആണ് ഉണ്ടാക്കണേ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം നമുക്ക്. അതിനുള്ള സാധനങ്ങൾ ഇത്ര സാധനങ്ങളാണ് വേണ്ടു. നമുക്ക് വീട്ടിലുള്ള ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റൗ കത്തിച്ച് ഉരുളി വെച്ചിട്ടുണ്ട്. കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമുക്ക് ഇത്തിരി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നമുക്കിതിലേക്കുള്ള മസാല ഉണ്ടാക്കാം. ആദ്യം സവോള ഇട്ട് കൊടുക്കുക, പച്ചമുളക്, മാഗിയിലൊക്കെ ഉപ്പുള്ളതാണ്. നമുക്കപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പ് ചേർത്തിയാൽ മതി കേട്ടോ. നമുക്കിതിലേക്ക് ഒരു ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് താഴെ പോയി. ഇതിലേക്ക് ഒരു ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം. മാഗിയിൽ ഉപ്പുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ സവോളയിലേക്ക് മാത്രമുള്ള മസാലയിലേക്ക് ഉള്ള ഉപ്പ് ചേർത്തിയാൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 2 ചെറിയ തക്കാളിയാണത് ഇതൊക്കെ കൊടുക്കുക. നമ്മൾ 2 പച്ചമുളകും ചേർത്തിട്ടുണ്ട്. ചെറുതാക്കി അരിഞ്ഞ് 2 ചെറിയ തക്കാളി. ഇതിപ്പോൾ ഇത്തിരി കൂടിയാലും കുറഞ്ഞാലൊന്നും കുഴപ്പമില്ല കേട്ടോ. നന്നായി വഴറ്റിയെടുക്കുക. ഇതൊന്ന് നന്നായിട്ട് വഴണ്ടി കിട്ടണം കേട്ടോ, തക്കാളിയും സവോളയും. നല്ല ഇത്തിരി പഴുപ്പ് കുറവാ തക്കാളിക്ക്. നല്ല പഴുത്തതാണെങ്കിൽ പെട്ടെന്ന് വഴണ്ടി കിട്ടും. അപ്പം നമ്മുടെ സവോളയും തക്കാളിയൊക്കെ ഒന്ന് വഴണ്ടിട്ടുണ്ട്. നമുക്കിതിലേക്ക് മഞ്ഞപ്പൊടി ചേർക്കാം. ലേശം മഞ്ഞപ്പൊടി. പിന്നെ നമ്മൾ ചേർക്കണത് ചിക്കൻ മസാലയാണ് കേട്ടോ. ഒരു 1/2 ടീസ്പൂണ് ചിക്കൻ മസാല. വേറെ പൊടികളൊന്നും നമ്മൾ ചേർക്കണില്ല. നന്നായിട്ട് വഴറ്റിയെടുക്കുക. പൊടിയുടെ മണം പോകുന്നവരെ, പച്ചമണം പോകുന്നവരെ. ഇപ്പൊ മസാല നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. നമുക്കിതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം കേട്ടോ. നമുക്കൊന്ന് ചിക്കി പൊരിച്ചെടുക്കണം ഇതിനെ, മുട്ടേനെ. അപ്പൊ നമുക്ക് മുട്ടയിലേക്ക് ഒരു ലേശം ഉപ്പ് ചേർക്കാം. ഒരുപാട് ഇങ്ങനെ ചെറുതാക്കണ്ട. നമുക്ക് ഒത്തിരി വലിയ പീസായിട്ട് എടുക്കാം.
അപ്പൊ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് എടുക്കാം. ഈ പാത്രത്തിൽ തന്നെ നമുക്ക് മാഗിയുടെ മസാല ഉണ്ടാക്കാം. കഴുകണമെന്നൊന്നുമില്ല. നമ്മൾ പൊരിച്ചെടുത്ത മസാലയാണത്. ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം. അപ്പൊ ആ ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ എടുത്തത്. അപ്പൊ വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് മാഗി ഇട്ട് കൊടുക്കുക. ഒന്ന് 2 ആക്കി ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്കൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. വലിയ കയ്യിലൊക്കെ ഇട്ടിട്ട് ഇളക്കാൻ പറ്റില്ല. ഇതിങ്ങനെയുള്ള കോർക്ക് പോലുള്ളത് കൊണ്ട് ഇളക്കുന്നതാണ് നല്ലത്. നമുക്ക് മാഗിയുടെ മസാല ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു പാക്കറ്റേ ഇടുന്നുള്ളൂ. നമ്മൾ ഇതിൽ 2 മാഗി ചേർത്തിട്ടുണ്ട്. ഭയങ്കര എരിവ് ഇട്ട പച്ചമുളകിന് നല്ല എരിവാന്നാ തോന്നുന്നത്. നന്നാക്കുമ്പോഴൊന്നും അത്ര വലിയ എരിവൊന്നും കണ്ടില്ല. പക്ഷെ ഇപ്പൊ നമ്മളിത് ഉണ്ടാക്കിയപ്പോ നല്ല എരിവ്. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഇതിലിട്ട് കൊടുക്കുക. നമുക്ക് മല്ലിയില വേണമെങ്കിൽ ഇടാം കേട്ടോ. ഞാനിപ്പോ മല്ലിയില ഒന്നും ഇടണില്ല. ഒരുപാട് ഇങ്ങനെ വെന്ത് പോണ്ട കേട്ടോ. ഒരു കുഴഞ്ഞ പോലെ ഇരിക്കും. ഇതേപോലെ ഇരുന്നാ മതി. നമുക്ക് ഇനി വിളമ്പുന്ന പാത്രത്തിലേക്ക് എടുക്കാം. നമുക്ക് ഇതിലേക്ക് എടുക്കാം. നമ്മുടെ എഗ്ഗ് നൂഡിൽസ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. 2 മിനിറ്റ് മതി. പെട്ടെന്ന് ശരി ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക.